പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊരു വല്ലാത്തൊരു മരണം തന്നെയാണ്. 3ാം ക്ലാസ് വിദ്യാർത്ഥി വിശ്വജിത്ത് കണ്ണീരിൽ കുതിർന്ന യാത്രയായി. പൊന്നുമോനെ, ഞങ്ങളിതെങ്ങനെ സഹിക്കും? വാഹനാപകടത്തിൽ മരിച്ച 3ാം ക്ലാസ് വിദ്യാർത്ഥി വിശ്വജിത്ത് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അച്ഛനും അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയ പൊന്നുമോൻ ചേതനയേറ്റ് മടങ്ങി വന്നപ്പോൾ വീട്ടിലുയർന്ന വിലാപങ്ങൾ ഹൃദയവേദനയായി. പൊന്നുമോനെ, ഞങ്ങളിതെങ്ങനെ സഹിക്കുമെന്ന വാക്കുകൾ കരച്ചിലുകൾക്കപ്പുറം നിലക്കാത്ത ഏങ്ങലടികളായി. കൊല്ലംവാടി ദേവത ഗവൺമെൻറ് സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയും കൊല്ലം തേവള്ളി ഓലയിൽ ഡിപ്പോ പുരയിടത്തിൽ എം ദീപുവിൻ്റെയും രമ്യയുടെയും മകനായ വിശ്വജിത്ത് 8 വയസ്സാണ് അപകടത്തിൽ മരിച്ചത്. ഭിന്നശേഷിക്കാരനായ അച്ഛൻ ഓടിച്ച 4 ചക്ര സ്കൂട്ടർ ബൈക്കിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടെ മറിഞ്ഞപ്പോൾ തെറിച്ചു വീണ മകൻ ബസ്സിനടിയിൽ അകപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9:30 കൊല്ലം പൊളയത്തോട്ടിലായിരുന്നു അപകടം. AKG ജംഗ്ഷനിലെ രമ്യയുടെ കടകത്തൊടി അശോക ഭവനത്തിലാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. മകനെ സ്കൂളിലാക്കാനും മേടയിൽ മുക്കിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഭാര്യയെ ജോലിക്ക് വിടാനായി മൂവരും കൂടി നഗരത്തിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. മോൻ ബസ്സിനടിയിലേക്കും ഞങ്ങൾ എതിർഭാഗത്തേക്കുമാണ് വീണത്. വീഴലും ബസ്സെടുത്തതുമെല്ലാം നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. ആശുപത്രി കിടക്കയിലിരുന്നു ദീപു പറഞ്ഞു. നാട്ടുകാർ ഉടൻ തന്നെ മൂവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിശ്വജിത്തിനെ രക്ഷിക്കാനായില്ല. ദീപുവിന് ചെറിയ പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിശ്വജിത്തിൻ്റെ മൃതദേഹം ഡിപ്പോ പുരയിടത്തിലും AKG ജംഗ്ഷനിലെ രമ്യയുടെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച് പിന്നീട് പൊളയത്തോട് ശ്മശാനത്തിൽ സംസ്കരിച്ചു. എൻ്റെ മോനെ, ഈയൊരു ജന്മം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലാത്തൊരു അപകടം തന്നെ. ഏതാ അപകടം? പൊന്നു മോനെ, പറ്റും ആ മാതാപിതാക്കൾക്ക് ഇതെങ്ങനെ മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടച്ചറബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും മറവിയും കൊടുക്കട്ടെ. അതും ഭിന്നശേഷിക്കാരനായ അച്ഛനുമാണ്. സ്കൂട്ടർ ബൈക്കിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടെ മറിഞ്ഞപ്പോഴാണ് മകൻ ബസ്സിനടിയിലായത്. മകൻ ബസ്സിനടിയിൽ വീഴലും ബസ് എടുക്കലും ഒന്നിച്ചായിരുന്നു. എൻ്റെ പൊന്നുമോനെ, ഇതെങ്ങനെ ഈ മാതാപിതാക്കൾ സഹിക്കുമെന്നറിയില്ല. പടച്ചറബ് സഹനശക്തി കൊടുക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക.